السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم جنبنا الفتن ما ظهر منها وما بطن. أما بعد. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അസ്മാകളിൽ അൽ ഖാലിഖ്, അൽ ഖല്ലാഖ്, അൽ ബാരി, അൽ മുസവ്വിർ എന്നീ പേരുകളെക്കുറിച്ചാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുന്നത്. അൽ ഖാലിഖ് എന്നാൽ നമുക്കറിയാവുന്നതുപോലെ ഖലഖ എന്ന പദമാണ് അതിൻ്റെ മൂലപദം. സൃഷ്ടിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അൽ ഖാലിഖ് എന്നാൽ സൃഷ്ടിക്കുന്നവൻ, സ്രഷ്ടാവ്. അൽ ഖല്ലാഖ് എന്നാൽ അതിൻ്റെ മുബാലഗത്തായ സീഗ എന്ന് പറയും. അതായത് ഫാഇൽ, പ്രവർത്തിക്കുന്നവൻ. ഫആൽ എന്ന് പറഞ്ഞാൽ ധാരാളമായി പ്രവർത്തിക്കുന്നവൻ, അല്ലെങ്കിൽ നന്നായി പ്രവർത്തിക്കുന്നവൻ. റാസിഖ്, അവൻ റിസ്ക് നൽകുന്നവനാണ്. റസാഖ് എന്ന് പറഞ്ഞാലോ ധാരാളമായി, ഏറ്റവും നന്നായി റിസ്ക് നൽകുന്നവൻ. അതുപോലെയാണ് അൽ ഖാലിഖ്, സ്രഷ്ടാവ്. അൽ ഖല്ലാഖ് എന്ന് പറഞ്ഞാൽ ധാരാളമായി സൃഷ്ടിക്കുന്നവൻ. അൽ ബാരി, അൽ മുസവ്വിർ, ഈ രണ്ടു പേരുകൾ അൽ ഖാലിഖ് എന്ന അള്ളാഹുവിൻ്റെ പേരിനോട് ചേർത്ത് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു അൽ ഹശ്റിൽ നമുക്ക് കാണാം. വല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്ന. ഇൻഷാ അല്ലാഹ് പേരുകളുടെ അർത്ഥം നമ്മൾ അവിടെ എത്തിയാൽ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നത്. അൽ ഖാലിഖ് എന്ന അള്ളാഹുവിൻ്റെ പേര്, സ്രഷ്ടാവ് എന്നർത്ഥമുള്ള നമ്മുടെ റബ്ബിൻ്റെ പേര് ധാരാളമായി ഖുർആനിൽ വന്നിട്ടുണ്ട്. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ വഹുവ അലാ കുല്ലി ഷൈഇൻ വക്കീൽ. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ, അള്ളാഹുവാണ് എല്ലാത്തിൻ്റെയും സ്രഷ്ടാവ്. വഹുവ അലാ കുല്ലി ഷൈഇൻ വക്കീൽ, അവനാണ് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിട്ടുള്ളവൻ. അതുപോലെ ഞാൻ നേരത്തെ ഓതിയ ആയത്തിൽ കാണാം, വല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്ന ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. അൽ ഖല്ലാഖ് എന്ന സീഗത്തിൽ, അഥവാ മുബാലഗത്തിൻ്റെ സീഗത്തിൽ എന്ന് പറഞ്ഞാൽ ധാരാളമായി സൃഷ്ടിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പേര് ഖുർആനിൽ വന്നത് നമുക്ക് കാണാം. അള്ളാഹു പറഞ്ഞു, ഇന്ന റബ്ബക ഹുവൽ ഖല്ലാഖുൽ അലീം. ഇന്ന റബ്ബക ഹുവ അൽ ഖല്ലാഖുൽ അലീം. ഇന്ന റബ്ബക, തീർച്ചയായും നിന്റെ റബ്ബ് അവനാണ്. അൽ ഖല്ലാഖ്, ധാരാളമായി സൃഷ്ടിക്കുന്നവൻ. അൽ അലീം, എല്ലാം അറിയുന്നവൻ. അതുപോലെ സൂറത്തു യാസീനിൽ അള്ളാഹു പറഞ്ഞു, ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. ബലാ വഹുവ അൽ ഖല്ലാഖുൽ അലീം. അല്ല, അവൻ തന്നെയാണ് അൽ ഖല്ലാഖ്. അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഏറ്റവും അധികം സൃഷ്ടിക്കുന്നവൻ. അൽ അലീം, എല്ലാം അറിയുന്നവൻ. നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. ചില പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ ഉദ്ധരിച്ച ഒരു കഥയാണ്. കുറച്ചാളുകൾ കൂടിയിരിക്കവേ ഒരാൾ, ഒരു സിന്ദീഖായ, നിഷേധിയായ ഒരുവൻ, അവൻ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് അള്ളാഹുവാണ് സൃഷ്ടിക്കുന്നവൻ എന്നാണ്, എന്നാൽ ഞാനും സൃഷ്ടിക്കും. എന്നിട്ട് അവൻ ഒരു പാത്രത്തിൽ ഒരു കഷ്ണം മാംസം വെച്ചു, അത് അടച്ചുപൂട്ടി. അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞ് അത് തുറന്നു നോക്കുമ്പോൾ ധാരാളക്കണക്കിന് പുഴുക്കൾ അതിങ്ങനെ അരിച്ചരിച്ച് ആ മാംസത്തിൽ കൂടിയിരിക്കുകയാണ്.
ഇയാൾ പറഞ്ഞു, കണ്ടോ ഇത് ആരാണ് പഠിച്ചത്? ഇത് ഞാനാണ് പഠിച്ചത്, ഇത് ഞാനുണ്ടാക്കിയതാണ്, ഞാനാണ് ഈ മാംസകഷ്ണം വെച്ച് ഇത് പൂട്ടി, അപ്പോഴാണ് ഇത് ഉണ്ടായിട്ടുള്ളത്, ഇത് ഞാൻ സൃഷ്ടിച്ചതാണ്. ആ കൂട്ടത്തിൽ ബുദ്ധിയുള്ള ഒരു ചെറുപ്പക്കാരൻ അയാളോട് പറഞ്ഞു, ശരി, നീയാണ് ഇത് സൃഷ്ടിച്ചതെങ്കിൽ നീ പറ, ഇതിൻ്റെ എണ്ണം എത്രയുണ്ട്? ഇതെത്ര എണ്ണമുണ്ട്? ഇതിലാണെത്രയുണ്ട്, പെണ്ണെത്രയുണ്ട്? ഇതെപ്പോൾ ജനിച്ചു? എത്രയാണ് ഇതിൻ്റെ ആയുസ്? ആർക്കാണത് പറയാൻ സാധിക്കുക? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ചോദിച്ചില്ല, അലാ യഅലമു മൻ ഖലഖ് വഹുവൽ ലത്തീഫുൽ ഖബീർ, സൃഷ്ടിച്ചവനായവൻ അറിയുകയില്ലേ? വഹുവൽ ലത്തീഫുൽ ഖബീർ, അവനാണ് എല്ലാം അറിയുന്നവൻ, എത്ര ചെറുതും എത്ര സൂക്ഷ്മമായതും അറിയുന്നവൻ. ഈ ആയത്തുകളിൽ പറഞ്ഞതുപോലെ ബല വഹുവൽ ഖല്ലാഖു അൽ അലീം, അവനാണ് എല്ലാം സൃഷ്ടിക്കുന്നവൻ, അലീം, എല്ലാം അറിയുന്നവൻ, അവൻ്റെ സൃഷ്ടികളെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവനാണവൻ. അൽ ഖൽഖ് എന്ന പദം, ഖലഖ എന്ന അറബി പദം, അത് രണ്ട് അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അൽ ഖലഖ എന്ന പദം രണ്ട് അർത്ഥത്തിൽ ഉപയോഗിക്കും. അതുപോലെ തന്നെയാണ് ഖാലിഖ് എന്ന പദവും. ഒന്നാമത്തെ അർത്ഥം നമ്മൾ ഇതുവരെ പറഞ്ഞ അർത്ഥമാണ്, അതായത് ഒരു കാര്യം സൃഷ്ടിക്കുക, യാതൊരുവിധ മുൻ മാതൃകയുമില്ലാതെ സൃഷ്ടിക്കുക. അള്ളാഹു അങ്ങനെ പടച്ചവനാണ്. ബദീഉസ് സമാവാതി വൽ അർദ്, അവനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് ബദീഅ. എന്താണ് ബദീഅ എന്ന് പറഞ്ഞാൽ? മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ. അതുകൊണ്ടാണ് ബിദ്അത്ത് എന്ന് പേര് വന്നത്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ മുൻ മാതൃകയില്ലാത്തതാണത്. ബദീഉസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും ഒരു മുൻ മാതൃകയുമില്ലാതെ പടച്ചവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ആ അർത്ഥത്തിൽ ഏത് പദം ഉപയോഗിക്കും? ഖാലിഖ് എന്ന പദം ഉപയോഗിക്കും. ആ അർത്ഥത്തിൽ ഖുർആനിൽ ആ പദം വന്നിട്ടുണ്ട്. അതുപോലെ രണ്ടാമത്തെ ഖാലിഖ് എന്ന പദത്തിൻ്റെ അർത്ഥമാണ് തഖ്ദീർ ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ കണക്കാക്കുന്നവൻ, തയ്യാറാക്കുന്നവൻ എന്ന അർത്ഥത്തിൽ. കണക്കാക്കുക, തയ്യാറാക്കുക, ഒരു കാര്യം അതിൻ്റെ പ്ലാൻ ചെയ്യുക, അതിനും ഖലഖ എന്ന് പറയും. ഖാലിഖ് എന്ന് അങ്ങനെ ചെയ്യുന്നവനും പറയും. ആ അർത്ഥത്തിലാണ് ഖുർആനിൽ എന്ത് വന്നിട്ടുള്ളത്? ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഫതബാറകല്ലാഹ്, അള്ളാഹു എല്ലാ അനുഗ്രഹവും നിറഞ്ഞവനാകുന്നു. അഹ്സനുൽ ഖാലിഖീൻ, ഖാലിഖുകളിൽ ഏറ്റവും ഉത്തമനാണവൻ. ഖാലിഖുകളിൽ ഏറ്റവും ഉത്തമനാണവൻ. അവിടെ എന്താണ് അർത്ഥം? കണക്കാക്കുക എന്നാണ് അവിടെ അർത്ഥം. സൃഷ്ടിക്കുക, മുൻ മാതൃകയില്ലാതെ സൃഷ്ടിക്കുക എന്നതല്ല. കാരണം മുൻ മാതൃകയില്ലാതെ സൃഷ്ടിക്കുന്നവനായ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. അവിടെ എന്താണ് പറഞ്ഞത്? ഖാലിഖുകളിൽ ഏറ്റവും നല്ലവനായ അള്ളാഹു എന്നാണ്. അവിടെ ഉദ്ദേശം തഖ്ദീർ ചെയ്യുക അഥവാ കണക്കാക്കുക എന്നാണ്. അതുപോലെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖൗമിനോട് പറഞ്ഞതായി, വതഖ്ലുഖൂന ഇഫ്ക, നിങ്ങൾ വ്യാജമാണ് കണക്ക് കൂട്ടുന്നത്, നിങ്ങൾ വ്യാജമാണ് സങ്കല്പിക്കുന്നത്, നിങ്ങൾ വ്യാജമാണ് തയ്യാറാക്കുന്നത് എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ അർത്ഥത്തിലാണ്. മുൻ മാതൃകയില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് പടച്ചത്. പടച്ചവൻ എന്ന അർത്ഥത്തിൽ അത് അള്ളാഹുവിനല്ലാതെ ആ പേര് യോജിക്കുകയില്ല. അതുകൊണ്ടാണ് ഖുർആനിൽ അള്ളാഹു ചോദിച്ചത്, ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ് യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, അള്ളാഹു അല്ലാതെ മറ്റു വല്ല ഖാലിഖുമുണ്ടോ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവനായി? സൂറത്തുൽ ലുഖ്മാനിൽ അള്ളാഹു എന്താണ് പറഞ്ഞത്? ഹാദാ ഖൽഖുല്ലാഹ്, ഇതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ഫഅറൂനി, അതുകൊണ്ട് നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരൂ. മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ ഉള്ളവർ, അള്ളാഹു അല്ലാത്തവർ പടച്ച വല്ലതിനെയും നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരൂ. അത് ഏതർത്ഥത്തിലുള്ളതാണ്? സൃഷ്ടിക്കുക എന്ന അർത്ഥത്തിലുള്ളത്. അത് അള്ളാഹു അല്ലാതെ ഇല്ല. ആ അർത്ഥത്തിൽ ആ പേര് അള്ളാഹുവിനല്ലാതെ യോജിക്കുകയില്ല. സഹോദരങ്ങളെ, ആ ആയത്ത് പടപ്പുകളോട് മുഴുവൻ പേരോടുമുള്ള വെല്ലുവിളിയാണ്. ലോകത്തെ സകല ആളുകളോടുമുള്ള വെല്ലുവിളി ഇതാ, ഹാദാ ഖൽഖുല്ലാഹ്, ഇതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ഫഅറൂനി, നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരൂ. മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ ഉള്ളവർ പടച്ച വല്ലതും, ഒരു പുൽക്കൊടിയെങ്കിലും പോകട്ടെ. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ വളരെ നിസാരമായ സൃഷ്ടികളിലൊന്നായ ഒരു ദുബാബ്, ഒരു ഈച്ചയെ പോലും പടക്കാൻ ഒരാൾക്കും സാധ്യമല്ല.
അതുകൊണ്ടാണ് സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു പറഞ്ഞത്, യാ യുഹന്നാസ്, ഓ മനുഷ്യരെ, ദുരിബ മസലുൻ, ഇതാ ഒരു ഉദാഹരണം വിവരിക്കപ്പെടുന്നു, ഫസ്തമിഉ ലഹ്, നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്നല്ലദീന തദ്ഉന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ദുആ ചെയ്യുന്നവർ ലൻ യഖ്ലുഖു, ഒരിക്കലും സൃഷ്ടിക്കുകയില്ല, അവർക്കതിന് കഴിയില്ല. ലൻ യഖ്ലുഖു ദുബാബൻ, ഒരു ഈച്ചയെ. എത്ര നിസാരമാണ് ആ സൃഷ്ടി! അതിനെ സൃഷ്ടിക്കാൻ നിങ്ങൾ വിളിച്ചു തേടുന്നവർ മുഴുവൻ അവർക്ക് സാധ്യമല്ല. വലൗ ഇജ്തമഉ ലഹ്, അവരതിനു വേണ്ടി എല്ലാവരും കൂടിയാലും. നോക്കണം, ലോകത്തെ ഇലാഹുകൾ മുഴുവൻ ഒരുമിച്ച് കൂടുകയാണ്, അവരെല്ലാവരും സംഘടിക്കുകയാണ്, എല്ലാവിധ പദ്ധതിയും തയ്യാറാക്കുകയാണ്. എന്തിനു വേണ്ടി? ഒരു ഈച്ചയെ പടക്കാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, സാധിക്കുകയില്ല. ലൻ യഖ്ലുഖു ദുബാബ വലൗ ഇജ്തമഉ ലഹ് വയസ്ലുബുഹുമു ദുബാബു ശൈഅൻ. അല്ല, അതിനേക്കാൾ അവരുടെ ദൗർബല്യവും അവരുടെ പരിതാപകരമായ അവസ്ഥയും വിവരിക്കുന്ന കാര്യം ഇതാ അള്ളാഹു പറയുന്നു. ഒരീച്ച അവരുടെ പക്കൽ നിന്ന് വല്ലതും എടുത്തുകൊണ്ടുപോയാൽ ലാ യസ്തൻഖിദൂഹു മിൻ, അതിൽ നിന്നത് തിരിച്ചു പിടിക്കാൻ പോലും, ഈച്ചയെ പരാജയപ്പെടുത്തി അത് തിരിച്ചു പിടിക്കാൻ പോലും അവർക്ക് സാധ്യമല്ല. ദഅഫ ത്വാലിബു വൽ മത്ലൂബ്, തേടുന്നവനും ആരോടാണോ തേടുന്നത് അവനും എത്ര ദുർബലനാണ്. ഈ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല, ഈ പടച്ചതാകട്ടെ ഇവൻ അല്ലാഹു, അവൻ റബ്ബ് സുബ്ഹാനഹു വ തആല ഇതെല്ലാം സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, ആ സൃഷ്ടിച്ചത് ഓരോന്നും, ഒരു മണൽത്തരി ഉണ്ടെങ്കിൽ അത്, ഒരു മഴത്തുള്ളി ഉണ്ടെങ്കിൽ അത്, ഇതൊന്നും അള്ളാഹു വെറുതെ പടച്ചതല്ല. അല്ലാഹു അക്ബർ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഒരു മണൽത്തരി, ഒരു മഴത്തുള്ളി, അത് വെറുതെ പടച്ചത്. അള്ളാഹുവിൻ്റെ ഹിക്മത്ത് അതിൻ്റെ പിന്നിലുണ്ട്. അള്ളാഹു അവൻ്റെ മഹത്തരമായ യുക്തിയുടെ അടിസ്ഥാനത്തിൽ, മഹത്തരമായ ലക്ഷ്യം അതിൻ്റെ പിന്നിലുണ്ട്, യുക്തി അതിൻ്റെ പിന്നിലുണ്ട്. ഒരു മണൽത്തരി അള്ളാഹു അബസായി പടച്ചു, വെറുതെ അത് ആവശ്യമില്ലാതെ പടച്ചതാണെന്ന് വിശ്വസിച്ചാൽ ഇസ്ലാമിന് പുറത്തു പോകുന്ന വിശ്വാസമാണ്. ശ്രദ്ധിക്കണം, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിന് പിന്നിൽ ഹിക്മത്തിനെ നിഷേധിക്കുക എന്നത് പിഴച്ച കക്ഷികളുടെ വാദമാണ്. നമ്മൾ പറയുന്നു അള്ളാഹുവിൻ്റെ ഓരോ സൃഷ്ടിയും, അല്ല അവൻ്റെ ഓരോ പ്രവൃത്തിയും അതിനു പിന്നിൽ എന്തുണ്ട്? ഹിക്മത്തുണ്ട്. ചിലത് നമുക്ക് ബോധ്യമാകും, ചിലത് ബോധ്യമാവുകയില്ല. ശർഈയായ അവൻ്റെ വിധിയാകട്ടെ, അവൻ്റെ കൗനിയായ വിധിയാകട്ടെ. ശർഈയായ വിധി എന്ന് പറഞ്ഞാൽ മതനിയമങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ ഒരു നിയമം നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിൽ ഹിക്മത്തുണ്ട്, മഹത്തരമായ യുക്തിയുണ്ട്, വെറുതെ അല്ല. അത് ശർഈയായ വിധിയുടെ കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് പ്രാപഞ്ചികമായ കാര്യവും. കൗനിയായ പ്രാപഞ്ചികമായ അള്ളാഹുവിൻ്റെ വിധി അത് ഏതാകട്ടെ അതിനു പിന്നിൽ അള്ളാഹുവിൻ്റെ ഹിക്മത്തുണ്ട്, വെറുതെ സംഭവിച്ചതല്ല. ഇതൊരുവൻ നിഷേധിച്ചാൽ ഒരുവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൽ ചിലത് നമുക്ക് മനസ്സിലായേക്കും, ചിലത് നമുക്ക് നാളെ മനസ്സിലാവും, ചിലത് നമുക്ക് മനസ്സിലാവുകയില്ല. മനസ്സിലായ അൽഹംദുലില്ലാഹ്, ആയില്ലെങ്കിൽ എല്ലാം അറിയുന്ന റബ്ബിലേക്ക് നാം കാര്യമേൽപ്പിച്ചു കൊടുക്കും. അത് നമ്മുടെ ബുദ്ധിയുടെയും നമ്മുടെ പഠനത്തിൻ്റെയും നമ്മുടെ അറിവിൻ്റെയും കുറവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. എന്നാൽ ചിലത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധ്യപ്പെടുത്തി തരും. നമ്മുടെ ദൗർബല്യവും നമ്മുടെ അശക്തിയും അല്ലാഹു ബോധ്യപ്പെടുത്താൻ ചില സംഭവങ്ങൾ ഉണ്ടാക്കും. അതുപോലെ നമ്മുടെ കിബർ അവസാനിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ വിധിക്കും. നമ്മുടെ അശ്രദ്ധയിൽ നിന്ന് നാം ഉണരാൻ അല്ലാഹു ചില കാര്യങ്ങൾ വിധിക്കും. എത്രയോ ആളുകൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഏതെങ്കിലും ഒരു മുസീബത്തിൻ്റെ കാരണത്താൽ അവർ തൗബ ചെയ്തിട്ടുണ്ട്. എത്രയോ ആളുകൾ വളരെ മോശക്കാരായ അശ്രദ്ധയിൽ നടന്ന ആളുകൾ, അവരെ കാണാം അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അപകടമായിരുന്നു അവർ നന്നാകാനുള്ള കാരണം. നസ്അലുല്ലാഹൽ ആഫിയ. ഒരിക്കൽ നാം അപകടത്തിന് കാത്തു നിൽക്കരുത്, അതിനാഗ്രഹിക്കുകയും ചെയ്യരുത്. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഈ ആളെ സംബന്ധിച്ചിടത്തോളം ആ അപകടം അവന് ഖൈറാവുകയാണ് ചെയ്തിട്ടുള്ളത്, ഏറ്റവും വലിയ ഖൈറാവുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അല്ലെങ്കിൽ അതില്ലായിരുന്നുവെങ്കിൽ അവൻ നാളെ പരലോകത്ത് നരകത്തിൽ അകപ്പെടുമായിരുന്നു. അതിനേക്കാൾ വലിയ അപകടം വേറെന്തുണ്ട്? അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. എന്നതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യും. അഹ്ലുൽ ബൈത്തിൽപ്പെട്ട മഹാന്മാരിൽ ഒരാൾ, അദ്ദേഹം അക്കാലത്തെ ഭരണാധികാരിയുടെ രാജാവിൻ്റെ അടുത്തിരിക്കുകയായിരുന്നു. അദ്ദേഹം രാജാവുമായി നല്ല ബന്ധമാണ്, അദ്ദേഹം ഒരു പണ്ഡിതനാണ്. ഈ രാജാവിൻ്റെ അടുത്തുകൂടി ഒരു ഈച്ച ഇങ്ങനെ പറന്നുകൊണ്ടിരുന്നു. അപ്പം അദ്ദേഹം ആട്ടിയിട്ട് പോകുന്നില്ല, വീണ്ടും അങ്ങനെ ഉണ്ടല്ലോ ചില സന്ദർഭത്തിൽ വല്ലാതെ ശല്യം ചെയ്യുന്ന രൂപത്തിൽ.
അപ്പം അദ്ദേഹം ചോദിച്ചത്രേ ഈ അഹ്ലു ബൈത്തിൽപ്പെട്ട ഈ പണ്ഡിതനോട്, എന്തിനാണ് അള്ളാഹു ഈച്ചയെ പടച്ചത്, എന്തിനാണ് അള്ളാഹു ഇതിനെ പടച്ചത് എന്ന്, അതായത് എന്തിനാണ് ഇതിൻ്റെ പിന്നിലെ ലക്ഷ്യം എന്ത് എന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഭരണാധികാരികളും സ്വേച്ഛാധിപതികളുമായ ആളുകളുണ്ടല്ലോ, അവരൊന്നും ഒന്നുമല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ്. കാരണം ഈ നിസ്സാരമായ ജന്തു ഇത് വന്ന് ഈ രാജ്യം അടക്കി ഭരിക്കുന്ന ആളെ ശല്യം ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും? അതിനേക്കാളും നിസ്സാരമായ, കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത അള്ളാഹുവിൻ്റെ ഒരു പടപ്പ് ലോകത്തെ മുഴുവൻ വിറപ്പിച്ചത്, ലോകത്തെ വഴികളും വിമാനത്താവളങ്ങളും ഒക്കെ അടച്ചു പൂട്ടിച്ചത് സുബ്ഹാനല്ലാഹ് നമ്മൾ കണ്ടതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കും. അവൻ്റെ ഏത് പ്രവർത്തിക്കും പിന്നിലും മഹത്തരമായ ലക്ഷ്യങ്ങളുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് എല്ലാം പടച്ചത്, ഇതൊന്നും പടച്ചത് വെറുതെ അല്ല. വമാ ഖലഖന അസ്സമാഅ വൽ അർദ വമാ ബൈനഹുമാ ലാഇബീൻ. അള്ളാഹു പറയുകയാണ്, വമാ ഖലഖന അസ്സമാഅ വൽ അർദ വമാ ബൈനഹുമാ ലാഇബീൻ. ആകാശത്തെയോ ഭൂമിയെയോ അതിനിടയിലുള്ളതിനെയോ നാം കളിയായി പടച്ചതല്ല. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, വമാ ഖലഖന അസ്സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ബാത്തില. ആകാശങ്ങളെയോ വമാ ഖലഖന അസ്സമാഅ വൽ അർദ വമാ ബൈനഹുമാ ബാത്തില. ആകാശത്തെയോ ഭൂമിയെയോ നാം ബാത്തിലായി, അർത്ഥമില്ലാതെ പടച്ചതല്ല. ദാലിക ദന്നു ലദീന കഫറു. അത് കാഫറുകളായ ആളുകളുടെ വിചാരമാണ്. ഫവൈലുൽ ലില്ലദീന കഫറു മിനൻ നാർ. അതുകൊണ്ട് ആ നിഷേധികളായ അവിശ്വാസികളായ ആളുകൾക്ക് നരകം കൊണ്ട് നാശം. എന്തു വിചാരിച്ചതിന്? അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ വിചാരിച്ചതിന്. അള്ളാഹുവിനെ കുറിച്ച് അത് വിചാരിക്കാൻ പാടില്ല. മറിച്ച് മുഅ്മിൻ പറയുക, സുബ്ഹാനക മാ ഖലഖ്ത ഹാദാ ബാത്തില. അല്ലാഹുവേ നീ എത്ര പരിശുദ്ധൻ. റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില. സുബ്ഹാനക റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില. ഞങ്ങളുടെ റബ്ബേ നീ ഇതൊന്നും വെറുതെ പടച്ചതല്ല. സുബ്ഹാനക് നീ എത്ര പരിശുദ്ധനാണ്. കാരണം അത് അള്ളാഹുവിന് യോജിക്കുകയില്ല. വെറുതെ വടക്കുക എന്നത് മാലിക്കുൽ മുൽക്കായ, എല്ലാം കാണുന്ന കേൾക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് യോജിക്കുകയില്ല. അതുകൊണ്ട് ഇതൊക്കെ വെറുതെ പടച്ചതാണ് എന്നൊരുവൻ റബ്ബിനെ കുറിച്ച് പറഞ്ഞാൽ ഒരിക്കലും അള്ളാഹു അത് പൊറുക്കുകയില്ല. അവൻ അവിശ്വാസത്തിലായി മരിച്ചാൽ. പരലോകത്തെ നിഷേധിക്കുന്നവൻ അതാണ് പറയുന്നത്. പരലോകത്തെ നിഷേധിക്കുന്നവൻ അതാണ് പറയുന്നത്. എന്നു മാത്രമല്ല, അള്ളാഹു ഇതൊക്കെ ഹക്കായി പടച്ചതാണ് എന്ന് വിശ്വസിക്കുന്നവൻ്റെ ജീവിതവും, ഇതൊക്കെ അള്ളാഹു വെറുതെ ബാത്തിലായി പടച്ചതാണ് എന്ന് വിശ്വസിക്കുന്നവൻ്റെ ജീവിതവും ഒരുപോലെ ആകാൻ പാടില്ല. കാരണം ഇതൊക്കെ വെറുതെ ആണെന്ന് വിശ്വസിക്കുന്നവൻ്റെ ജീവിതവും അങ്ങനെ ഒരു പാഴായ ജീവിതമായിരിക്കും. ഒരർത്ഥവുമില്ലാതെ, ഒരു കാര്യബോധവുമില്ലാതെ, ഒരു ഗൗരവമില്ലാത്ത ജീവിതം. എന്നാൽ ഇതൊക്കെ അള്ളാഹു ഹക്കായി പടച്ചതാണ് എന്ന് വിശ്വസിക്കുന്ന മുഅ്മിനിൻ്റെ ജീവിതം അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. നോക്കൂ, അള്ളാഹു ഇതൊന്നും വെറുതെ പടച്ചതല്ല. പിന്നെ ഇതെന്തിനു പടച്ചതാണ്? ഇത് പടച്ചതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട 2 ലക്ഷ്യങ്ങൾ. ഒന്ന്, പടപ്പുകളായ നാം അള്ളാഹുവിനെ അറിയുക. 2, പടപ്പുകളായ നാം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. അള്ളാഹുവിൻ്റെ ഖൽഖിൻ്റെ പിന്നിലെ 2 ലക്ഷ്യം അവൻ നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഒന്ന്, നമ്മൾ അള്ളാഹുവിനെ അറിയുക. 2, അള്ളാഹുവിനെ നാം ഇബാദത്ത് ചെയ്യുക. ഒന്നാമത്തെ ലക്ഷ്യം അതാ സൂറത്ത് തലാഖിലെ 12-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, അല്ലാഹു അല്ലദീ ഖലഖ സബഅ സമാവാതി വമിനൽ അർദി മിസ്ലഹുൻ യതനസ്സലുൽ അംറു ബൈനഹുൻ ലിതഅലമൂ അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ. അള്ളാഹു അവനാണ് ഖലഖ സബഅ സമാവാത്, 7 ആകാശങ്ങളെ പടച്ചത്. വമിനൽ അർദി മിസ്ലഹുൻ, ഭൂമിയിൽ നിന്ന് അവക്ക് തുല്യമായതും. അഥവാ 7 ആകാശങ്ങളുണ്ട്, അതുപോലെ 7 ഭൂമിയുമുണ്ട്. 7 ആകാശങ്ങൾ മുകളിലേക്ക്. ഒന്നാമത്തെ ആകാശം ഭൂമിയോട് ഏറ്റവും അടുത്ത്, രണ്ടാമത്തേത് അതിന് മുകളിൽ. അങ്ങനെ ഭൂമിയാകട്ടെ താഴേക്ക് 7 ഭൂമികളുണ്ട്. 7 ഭൂമികളുണ്ട്. അള്ളാഹുവാണ് അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ വലിപ്പവും അറിയുക. യതനസ്സലുൽ അംറു ബൈനഹുൻ, അതിനിടയിൽ അള്ളാഹുവിൻ്റെ കൽപ്പന ഇറങ്ങും, കാര്യമിറങ്ങും. ലിതഅലമൂ, എന്തിനാണ് അള്ളാഹു ഇത് പടച്ചത്? ലിതഅലമൂ, നിങ്ങൾ അറിയാൻ. അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് എന്നും. വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ, അള്ളാഹു അവൻ്റെ അറിവ് കൊണ്ട് എല്ലാത്തിനെയും വലയം ചെയ്തിരിക്കുന്നു എന്നും. രണ്ടാമത് അള്ളാഹു പടച്ചത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹു പടച്ചതിൻ്റെ പിന്നിലുള്ള 2-ാമത്തെ ലക്ഷ്യം അള്ളാഹുവിനെ നാം ഇബാദത്ത് ചെയ്യാനാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിൻവർഗത്തെയും ഇൻസുവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ. നോക്കൂ, ഈ വാതിലിലൂടെയാണ്, ഈ വിഷയത്തിലാണ്
പടപ്പുകളിൽ ബഹുഭൂരിപക്ഷം ആളുകളും വഴിതെറ്റിപ്പോയിട്ടുള്ളത്. എന്തിനവനെ അള്ളാഹു പടച്ചു? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ. എന്നാൽ പടച്ചത് റബ്ബാണ് എന്ന് വിശ്വസിക്കുകയും ഈ ലക്ഷ്യം മറക്കുകയും ചെയ്യുന്നു. അതാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ്, അവരിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. ഇല്ലാ വഹും മുശ്രികൂൻ, മുശ്രിക്കുകളായി കൊണ്ടല്ലാതെ. അവരുടെ ഈമാൻ ശിർക്ക് കലർന്ന ഈമാനാണ്. അതുകൊണ്ട് ആ ഈമാൻ നിഷ്ഫലമാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം അബൂ ജഅഫർ തബരി റഹിമഹുല്ലാഹ് അദ്ദേഹം തന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നു, മിൻ ഈമാനിഹിം, എന്താണ് അവരുടെ ഈമാൻ എന്ന് പറഞ്ഞത്? ഇദാ ഖീല ലഹും മൻ ഖലഖസ് സമാഅ വമൻ ഖലഖൽ അർദ വമൻ ഖലഖൽ ജിബാല ഖാലു അല്ലാഹ്. ആരാണ് ആകാശത്തെ പടച്ചത്, ഭൂമിയെ പടച്ചത്, പർവ്വതത്തെ പടച്ചതെന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹ്. അതാണ് അവരുടെ ഈമാൻ. വഹും മുശ്രികൂൻ, അതോടൊപ്പം അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നു. എന്തിനാണ് അവർ വിശ്വസിച്ചിട്ടുള്ളത്? അള്ളാഹുവാണ് ഖാലിഖ്. പക്ഷേ അതെന്തിനു വേണ്ടിയാണ് പടച്ചത്? അതിലവർ വഴിതെറ്റിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് അവർ മുശ്രിക്കുകളായി, അള്ളാഹുവിൽ അവർ പങ്കു ചേർത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖുർആനിൽ സൂറത്തുൽ അൻആം അള്ളാഹു ആരംഭിച്ചത് ഇതാ ഈ ആയത്ത് കൊണ്ടാണ്. അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർദ വജഅല അദ്ദുലുമാതി വന്നൂറ സുമ്മല്ലദീന കഫറൂ ബിറബ്ബിഹിം യഅദിലൂൻ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും. അവൻ എങ്ങനെയുള്ളവനാണ്? ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചവൻ, ഇരുട്ടുകളെയും വെളിച്ചത്തെയും ഏർപ്പെടുത്തിയവൻ. സുമ്മല്ലദീന കഫറൂ ബിറബ്ബിഹിം യഅദിലൂൻ, എന്നിട്ടും അവരതാ, കാഫിറുകളതാ, നിഷേധികളതാ, അവിശ്വാസികളതാ അവരുടെ റബ്ബിനെ തുല്യപ്പെടുത്തുന്നു, റബ്ബിനെ സമപ്പെടുത്തുന്നു. എന്തിനോട്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ആയത്തിന്റെ തഫ്സീറിൽ, അദലൂ ബി, അത് അള്ളാഹു പറയുകയാണ്, ഈ പടപ്പുകൾ എന്നെ തുല്യപ്പെടുത്തി, എന്നെ കൂട്ടിക്കെട്ടി, എന്നെ പങ്കു ചേർത്തു. എന്തിനോടും? മിൻ ഖൽഖി അൽ ഹിജാറ വൽ അസ്നാം, കല്ലുകളോടും പ്രതിമകളോടും. എൻ്റെ സൃഷ്ടികളിൽ നിസാരമായ ഈ ഇതിനോട് അവർ എന്നെ തുല്യപ്പെടുത്തി. ബഅദ അൻ അഖറൂ ബിനിഅമതി വറുബൂബിയ്യതി, എൻ്റെ അനുഗ്രഹങ്ങൾ അവർക്കറിയാം, അതവർ സമ്മതിച്ചിട്ടുണ്ട്. ഞാനാണ് അവരുടെ റബ്ബ് എന്നവർ സമ്മതിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ചെയ്തത്. അതാണ് എന്ത് പറഞ്ഞത് ഖുർആനിൽ? അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും പടച്ച അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും. അവർക്കറിയാം അത്. വജഅല അദ്ദുലുമാതി വന്നൂർ, ഇരുട്ടുകളെയും വെളിച്ചത്തെയും ഏർപ്പെടുത്തിയവനാണവൻ. അല്ലാതെ ഇരുട്ട് സൃഷ്ടാവും പ്രകാശം സൃഷ്ടാവുമല്ല. അതാണ് മജൂസികളുടെ വിശ്വാസം, തീൻ ആരാധിക്കുന്ന മജൂസികളുടെ വിശ്വാസം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ, ഇബ്നുൽ ഖയ്യിമിനെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, മുശ്രിക്കുകളെക്കാളും, സാധാരണ ബിംബാരാധകരായ മുശ്രിക്കുകളെക്കാളും കടുത്ത കുഫറുള്ളവരാണ് ആര്? മജൂസികൾ, തീൻ ആരാധിക്കുന്നവർ. കാരണം അവർ പറഞ്ഞു, നന്മയെ പടച്ചത് പ്രകാശവും തിന്മയെ പടച്ചത് ഇരുട്ടുകളുമാണ്. അള്ളാഹു പറഞ്ഞു വജഅല അദ്ദുലുമാതി വന്നൂർ, അള്ളാഹുവാണ് ആ ഇരുട്ടുകളെയും പ്രകാശത്തെയും ഏർപ്പെടുത്തിയവൻ. സുമ്മല്ലദീന കഫറൂ ബിറബ്ബിഹിം യഅദിലൂൻ, എന്നിട്ടും അതാ നിഷേധികൾ അള്ളാഹുവിനെ അവൻ്റെ പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തുന്നു, തുല്യപ്പെടുത്തുന്നു. ഈ വഴിയിൽ അവർ പിഴച്ചുപോയി എന്നതിന് ഖുർആനിൽ ധാരാളക്കണക്കിന് ആയത്തുകളുണ്ട്. സഹോദരങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക. മുസ്ലിം ഉമ്മത്തിൽ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക്, അതിൻ്റെ നേതാക്കന്മാർക്ക് ഒരിക്കലും താങ്ങാൻ കഴിയാത്ത, അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത വിഷയമാണെന്ത്? മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം എന്തായിരുന്നു എന്നത്. അത് അവരോട് സംസാരിച്ചു നോക്കൂ, അതിലവർക്ക് പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. ചോദിക്കൂ നിങ്ങൾ, എന്താണ് മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം? അള്ളാഹു പറയുന്നവൻ്റെ ഖുർആനിൽ, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് വസഖറ അശംസ വൽ ഖമർ ലയഖൂലുന്ന അല്ലാഹ് ഫഅന്നാ യുഫകൂൻ. അവരോട് ചോദിച്ചാൽ ആരാണ് ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചത്? വസഖറ അശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തിയത്, സൗകര്യപ്പെടുത്തിയത്. ലയഖൂലുന്ന അല്ലാഹ്, അവർ പറയും അല്ലാഹുവാൻ. ഫഅന്നാ യുഫകൂൻ, എന്നിട്ട് പിന്നെ എങ്ങനെയാണ് അവർ വഴിതെറ്റിപ്പോയത്? ഇത് അംഗീകരിച്ചാൽ അള്ളാഹുവിനാണ് അവർ ഇബാദത്ത് ചെയ്യേണ്ടത്. അതുപോലെ അള്ളാഹു പറഞ്ഞു, വലഇൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅ, ആരാണ് മുകളിൽ നിന്ന് വെള്ളം വർഷിച്ചത്? ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ ഫഅഹ്യാ ബിഹിൽ അർദ മിൻ ബഅദി മൗതിഹാ, എന്നിട്ട് അതിനുശേഷം
അഥവാ ഭൂമി ഉണങ്ങി നിർജീവമായതിനു ശേഷം അതിനെ ജീവിപ്പിച്ചത് ആരാണ്? ലയഖൂലുന്ന അല്ലാഹ്, അവർ പറയും അല്ലാഹുവാണ്. ഖുലിൽ ഹംദുലില്ലാഹ്, നീ പറയുക അല്ലാഹുവിനാണ് എല്ലാ സ്തുതിയും. ബൽ അക്സറുഹും ലാ യഅഖിലൂൻ, എന്നിട്ടും അവർ അധിക പേരും ചിന്തിക്കുന്നില്ല, കാര്യം ഗ്രഹിക്കുന്നില്ല. ഇത് ഒരിക്കലും ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് ഇതിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഇത് പറയുമ്പോൾ അപ്പം അവർ പറയും, കണ്ടോ മുശ്രിക്കുകളെ വെള്ള പൂശി ഞങ്ങളെ മുശ്രിക്കാക്കാൻ നടക്കുന്നു. അല്ല, ഇത് മുശ്രിക്കുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു തന്നതാണ്. ഇതും അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാം എന്ന് വാദിക്കുന്നവരും പറയുന്നത് ഒരുപോലെയാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാം എന്ന് പറയുന്നവരും പഴയകാല മുശ്രിക്കുകളും പറയുന്നത് ഒരേപോലെയുള്ള വാദമാണ്. ആ വാദമുള്ളവരെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത്, അതില്ലാത്ത ആളുകളെ കുറിച്ചല്ല, അതുള്ളവരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ വാദമുള്ള ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുന്നിൽ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. അള്ളാഹു ചോദിക്കുന്നു, അല്ലാഹു അല്ലദീ ഖലഖക്കും സുമ്മ റസഖക്കും സുമ്മ യുമീതുക്കും സുമ്മ യുഹീക്കും. അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങൾക്ക് ഉപജീവനം നൽകിയത്, നിങ്ങളെ മരിപ്പിക്കുന്നത്, നിങ്ങളെ ജീവിപ്പിക്കുന്നത്. ഹൽ മിൻ ശുറകാഇക്കും മൻ യഫ്അലു മിൻ ദാലികും മിൻ ഷൈ. നിങ്ങൾ ഈ പങ്കു ചേർക്കുന്നവരിൽ ഇത് വല്ലതും ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? സൃഷ്ടിക്കുന്ന, റിസ്ക് നൽകുന്ന, ജീവിപ്പിക്കുന്ന, മരിപ്പിക്കുന്ന ആരെങ്കിലും ഇല്ല എന്നാണ് അവരുടെ ഉത്തരം. അള്ളാഹു പറയുന്നു, സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. അവർ ഈ പങ്കു ചേർക്കുന്നതിൽ നിന്ന് അള്ളാഹു എത്ര പരിശുദ്ധനാണ്, അവൻ എത്ര ഉന്നതനാണ്. ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവൻ്റെ, അള്ളാഹുവിന് പുറമെ ഒന്നിനെയും സൃഷ്ടിക്കാത്തവയെ ആരാധിക്കുന്നവൻ്റെ ബുദ്ധിയെക്കുറിച്ച് ബുദ്ധിയുള്ള ആളുകൾക്ക് അത്ഭുതമാകും അവരുടെ ബുദ്ധിയെക്കുറിച്ച് ആലോചിച്ചാൽ. കാരണം അള്ളാഹു ചോദിക്കുന്നു, അയുശ്രികൂന മാ ലാ യഖ്ലുഖു ശൈഅൻ വഹും യുഖ്ലഖൂൻ. അവർ പങ്കു ചേർക്കുകയാണ് ഒന്നിനെയും പടക്കാത്തവയെ, വഹും യുഖ്ലഖൂൻ, അവയാകട്ടെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. വലാ യസ്തതിഊന ലഹും നസ്റൻ, അവരെ സഹായിക്കാൻ സാധിക്കാത്തവയെ, വലാ അൻഫുസഹും യൻസുറൂൻ, പോകട്ടെ സ്വന്തത്തെ തന്നെ സഹായിക്കാൻ അവർക്ക് സാധ്യമല്ല, പിന്നെയാണോ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുക? ഇതാണ് അൽ ഖാലിഖ് എന്ന റബ്ബിൻ്റെ പേരിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ അൽ ഖല്ലാഖ് എന്ന അള്ളാഹുവിൻ്റെ പേരിനെ കുറിച്ചും. ഇനി സഹോദരങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് അള്ളാഹുവിൻ്റെ പേരുകളും, ഒന്ന് അൽ ബാരി, ഒന്ന് അൽ മുസവ്വിർ. ഈ രണ്ട് പേരുകൾ ഖാലിഖ് എന്ന പേരിനോട് ചേർത്ത് സൂറത്തുൽ ഹശ്റിൽ വന്നിട്ടുണ്ട്. അവിടെ എന്താണ് ഈ മൂന്ന് പേരുകളുടെ അർത്ഥം? അവിടെ അൽ ഖാലിഖ് എന്ന പേരിന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരർത്ഥമാണുള്ളത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കണക്കാക്കുന്നവനാണ്, അവൻ തയ്യാറാക്കുന്നവനാണ്. എന്നിട്ടോ അൽ ബാരി, ബറഅ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക, ബറഅ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക. ആ കണക്കാക്കിയതുപോലെ അത് സൃഷ്ടിക്കുന്നവനാണ്. പടപ്പുകൾ പലരും പല പദ്ധതികളും തയ്യാറാക്കും, പക്ഷെ അത് നടപ്പിലാക്കാൻ അവർക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ അള്ളാഹു കണക്കാക്കുകയും അത് സൃഷ്ടിക്കുകയും ചെയ്യുന്നവനാണ്. അൽ മുസവ്വിർ, രൂപം നൽകുന്നവനാണ്. ഫി അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക്, അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അള്ളാഹു നിന്നെ പടച്ചു. നമ്മുടെ രൂപം ആരാണ് തീരുമാനിച്ചത്? നമ്മുടെ ഉപ്പയാണോ ഉമ്മയാണോ? അല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല. നമ്മുടെ രൂപം നാം ആയിരുന്നു തീരുമാനിച്ചതെങ്കിൽ അതൊരിക്കലും ഇത്ര നന്നാകുമായിരുന്നില്ല. നമ്മുടെ മക്കളുടെ രൂപം നമ്മളാണോ തീരുമാനിക്കുന്നത്? അള്ളാഹുവാണ്. അവരാരുടെ മക്കളാണ്? അവിടെ നമ്മുടെ മക്കളാണ്. പക്ഷെ അവരുടെ കണ്ണെങ്ങനെ, അവരുടെ മൂക്കെങ്ങനെ, അവരുടെ ചുണ്ടുകളെങ്ങനെ, അവരുടെ കൈ എങ്ങനെ, കാലെങ്ങനെ, അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കൂ. ഹുവല്ലദീ യുസവ്വിറുകും ഫിൽ അർഹാമി കൈഫ യശാ. അവനാണ് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ, മാതാക്കളുടെ ഗർഭപാത്രങ്ങളിൽ അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നിങ്ങൾക്ക് രൂപം നൽകുന്നവൻ. ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. അവനല്ലാതെ ആരാധനക്കർഹനില്ല, അസീസും ഹകീമുമായവനാണവൻ, അങ്ങേറ്റത്തെ പ്രതാപമുള്ളവൻ, ഏറ്റവും യുക്തിയുള്ളവൻ. ഈ ആയത്ത് ഏത് സൂറത്തിനാണ്? സൂറത്ത് ആല ഇമ്രാനിലാണ്. സൂറത്ത് ആല ഇമ്രാനിൽ ധാരാളക്കണക്കിന് ആയത്തുകൾ ആർക്ക് മറുപടിയാണ്? നസ്രാനികൾക്ക് മറുപടിയാണ്. നസ്രാനികൾക്ക് മറുപടി. ആ ആയത്ത് അള്ളാഹു ആ സൂറത്തിൻ്റെ തുടക്ക ഭാഗത്ത് അള്ളാഹു പറഞ്ഞ ആയത്താണിത്. പണ്ഡിതന്മാർ പറഞ്ഞു, ആയത്തിൽ സൂചനയുണ്ട്, ഈസ അലൈഹിസ്സലാം ഒരിക്കലും ഇലാഹാവുകയില്ല. എന്താണ് കാരണം? ഒരു ഗർഭപാത്രത്തിലാണ് ഈസ അലൈഹിസ്സലാം വളർന്നത്.
ആരാണ് ഈസാ നബിയെ മറിയമിൻ്റെ ഗർഭപാത്രത്തിൽ രൂപപ്പെടുത്തിയത്? അള്ളാഹുവാണ് സുബ്ഹാനഹു വ തആല. എങ്ങനെയാണ് ഇലാഹ് റബ്ബ് ഒരു മനുഷ്യ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ കഴിയുക? ആ സ്ത്രീയുടെ ഭക്ഷണമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് ആ വയറ്റിൽ വെച്ച് അതുകൊണ്ട് പോഷണം ലഭിച്ച് എന്നിട്ട് ആ ഗർഭപാത്രത്തിൽ വളരുക. എന്നിട്ട് ഒരു സ്ത്രീ എങ്ങനെയാണോ കുഞ്ഞിനെ പ്രസവിക്കുക, ഏത് അവയവത്തിലൂടെയാണോ കുഞ്ഞ് പുറത്തേക്ക് വരിക, അതിലൂടെ ഇലാഹ് പുറത്തു വരികയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നിട്ട് വിശന്ന് കുഞ്ഞ് കരയുക, ഇലാഹായ റബ്ബ് കരയാണോ? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഉമ്മയുടെ മാറിടത്തിലേക്ക് ചുണ്ടുകൾ വെച്ച് ഒരു മനുഷ്യ സ്ത്രീയുടെ പാല് കുടിച്ച് വളരുകയോ? സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിനെ കുറിച്ചുള്ള എത്ര കഠോരമായ ആരോപണമാണത്. നോക്കൂ, ആ സൂറത്തിൽ അള്ളാഹു പറഞ്ഞത് ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. അള്ളാഹുവാണ് നമുക്ക് ഈ രൂപം നൽകിയത്. അള്ളാഹു നമ്മെ ഒരു മൃഗത്തിൻ്റെ രൂപത്തിലാക്കിയില്ല. മൃഗങ്ങളുടെ രൂപം നോക്കൂ, അവരുടെ കൈകാലുകൾ നോക്കൂ, അവ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കൂ. അള്ളാഹു അവരെ പോലെ നമ്മെ ആക്കിയില്ല. അള്ളാഹു നമുക്ക് ഏറ്റവും നല്ല രൂപം തന്നു. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും നല്ല രൂപത്തിൽ. ആയത്തിൻ്റെ തഫ്സീറിൽ പല പണ്ഡിതന്മാരും പറഞ്ഞത് കാണാം, ഈ ഭൂലോകത്ത് കാണുന്ന പടപ്പുകളിൽ ഏറ്റവും ഭംഗിയുള്ളത് മനുഷ്യനാണ് എന്ന്. അല്ലാഹു അക്ബർ. അള്ളാഹുവിനാണ് അറിയുക. ആയത്തിൻ്റെ തഫ്സീറിൽ പല പണ്ഡിതന്മാരും അത് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാണ് രൂപം നൽകുന്നവൻ. ഖാലിഖ് അൽ ബാരി അൽ മുസവ്വിർ. ആ ആയത്തിൽ ഖാലിഖിൻ്റെ അർത്ഥം എന്താണ്? കണക്കാക്കുന്നവൻ. ബാരിൻ്റെ അർത്ഥം സൃഷ്ടിക്കുന്നവൻ. മുസവ്വിറിൻ്റെ അർത്ഥം രൂപം നൽകുന്നവൻ. അതായത് അള്ളാഹുവാണ് ഈ കാണുന്നതും നമ്മൾ കാണുന്നതും കാണാത്തതും ഒക്കെ പടച്ചത്. അവയെ അള്ളാഹു പടച്ചത് അതിൻ്റെ കൃത്യസമയത്താണ്. എന്നിട്ട് അള്ളാഹു അവക്ക് രൂപം നൽകി. അവക്ക് അള്ളാഹു വഴി കാണിച്ചു കൊടുത്തു. എങ്ങനെ റിസ്ക് അന്വേഷിക്കണം, ശത്രുവിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം, റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തു എന്നു മാത്രം. ഇതെല്ലാം അവൻ്റെ ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ സൃഷ്ടികളെക്കുറിച്ചെല്ലാം അള്ളാഹുവിന് അറിയാം. അള്ളാഹു പറഞ്ഞു വലഖദ് ഖലഖനാകും സുമ്മ സവ്വർനാകും. അവനാണ് നിങ്ങളെ പടച്ചത്, എന്നിട്ട് നിങ്ങൾക്ക് രൂപം നൽകിയത്. ബാരി, അവൻ സൃഷ്ടാവ് എന്നാണ് അതിൻ്റെ അർത്ഥം. ബരിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പടപ്പുകളാണ്. ബരിയത്ത് എന്നാൽ പടപ്പുകളാണ്. ആ പടപ്പുകളിൽ അള്ളാഹു മുസ്ലിമിനെയും കാഫിറിനെയും നിശ്ചയിച്ചിട്ടുണ്ട്. ഹുവല്ലദീ ഖലഖകും ഫമിൻകും കാഫിർ വമിൻകും മുഅ്മിൻ വല്ലാഹു ബിമാ തഅമലൂന ബസീർ. സൂറത്തു തഗാബുനിൽ അള്ളാഹു പറഞ്ഞു, അവനാണ് നിങ്ങളെ പടച്ചത്, നിങ്ങളിൽ എന്നിട്ട് കാഫിറുണ്ട്, നിങ്ങളിൽ എന്നിട്ട് മുഅ്മിനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. കാഫിർ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്തിനുള്ള തെളിവാണ്. അള്ളാഹുവിനെ നിഷേധിക്കുന്ന നാവ് കൊണ്ട് സംസാരിക്കുന്നവൻ അള്ളാഹിൻ്റെ ഖുദ്റത്തിനുള്ള തെളിവാണത്. കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അള്ളാഹു എല്ലാവരെയും ഒരുപോലെ ആക്കിയിരുന്നുവെങ്കിൽ, നിഷേധിക്കുവാണെങ്കിൽ ഒരു നിഷേധി അവിടെ ബാക്കിയുണ്ടെന്ന് സങ്കല്പിക്കുക. അവന് വേണമെങ്കിൽ എന്ത് ചോദിക്കാം? എല്ലാവരും എന്തിനും ഒരുപോലെ ആക്കിയത്? എല്ലാവരും എന്തിനും അള്ളാഹുവിനെ വിശ്വസിക്കുന്നവനാക്കി അനുസരിക്കുന്നവനാക്കിയത്? അനുസരിക്കാത്തവരും പഠിച്ചൂടെ? ഏതിലാണ് കമാൽ, ഏതിലാണ് പൂർണ്ണതയുള്ളത്? ഈ കൂട്ടരെ അക്കൂട്ടരെയും പഠിച്ചതിലാണ്. നോക്കൂ, മലായിക അള്ളാഹുവിനെ അനുസരിക്കുക മാത്രം ചെയ്യുന്നവരാണ്. ശൈത്താന്മാർ, ജിന്നുകളുടെ പിശാചിക്ക് അള്ളാഹുവിനെ ധിക്കരിക്കുക മാത്രം ചെയ്യുന്നവരാണ്. മനുഷ്യരിൽ നോക്കൂ, രണ്ടുമുണ്ട്. ജിന്നുകളിലും അതെ, മുസ്ലിമീങ്ങളായ ആളുകളുമുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പടച്ചവനാണ്. ബരിയത്തിൽ ഖൈറായ ബരിയത്തിനെയും, സൃഷ്ടികളിൽ നല്ല സൃഷ്ടികളെയും മോശം സൃഷ്ടികളെയും പടച്ചവൻ. ബാരി എന്ന പേരിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൃഷ്ടാവ് എന്നാണ്. അതുകൊണ്ടാണ് മൂസ അലൈഹിസ്സലാം ബനു ഇസ്രായേൽ കാളക്കുട്ടിയെ ആരാധിച്ചപ്പോൾ മൂസാ നബി എന്താണ് പറഞ്ഞത്? മൂസ അലൈഹിസ്സലാം പറഞ്ഞു, വഇദ് ഖാല മൂസ ലിഖൗമി യാ ഖൗമി ഇന്നകും ളലംതു അൻഫുസകും ബിത്തിഖാദികും അൽഇജ്ൽ. ഓ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളോട് തന്നെ അതിക്രമം ചെയ്തിരിക്കുന്നു, നിങ്ങൾ ഈ കാളക്കുട്ടിയെ ഇലാഹായി സ്വീകരിച്ചതിലൂടെ. ഫതൂബു ഇലാ ബാരിഇകും, നിങ്ങളുടെ ബാരി ആയവനിലേക്ക് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുക. ഫഖ്തുലു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊലപ്പെടുത്തുക. അതായിരുന്നു അവർക്ക് പരസ്പരം കൊലപ്പെടുത്തുക എന്നതായിരുന്നു അവർക്ക് അള്ളാഹു നിശ്ചയിച്ച പ്രായശ്ചിത്തം, കടുത്ത പ്രായശ്ചിത്തം. ഈ ഉമ്മത്തിൽ അള്ളാഹു അത്തരത്തിലുള്ള കടുത്ത പ്രായശ്ചിത്തങ്ങൾ നിശ്ചയിച്ചിട്ടില്ല. അത് ഈ ഉമ്മത്തിനോട് അള്ളാഹു കാണിച്ച റഹ്മത്താണ്. ഈ ഉമ്മത്തിൽ ഒരാൾ കാഫിറായി തിരിച്ചു വന്നാലും എന്ത് ചെയ്യേണ്ടതില്ല? അവൻ സ്വയം കൊലപ്പെടുത്തേണ്ടതില്ല. മറിച്ച് അവൻ ഷഹാദത്ത് ചൊല്ലിയാൽ അവൻ്റെ പഴയത് പൊറുക്കപ്പെടും.
അത് ആത്മാർത്ഥമാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ കൊലപ്പെടുത്തുക. ദാലിക്കും ഖൈറുൽ ലക്കും ഇൻദ ബാരിഇക്കും, അതാണ് നിങ്ങളുടെ ബാരിന്റെ അരികിൽ നിങ്ങൾക്ക് നല്ലത്. ഇമാം ഇബ്നു കസീർ പറഞ്ഞു, അവിടെ ബാരി എന്ന അള്ളാഹുവിന്റെ പേര് മൂസ അലൈഹിസ്സലാം ഓർമ്മപ്പെടുത്തിയത് അവർ ചെയ്ത തെറ്റ് എത്രത്തോളം ഗൗരവതരമാണ് എന്നതവരെ ഉണർത്താനാണ്. കാരണം ആ ബാരി ആയ സൃഷ്ടാവായ റബ്ബിനോടാണ് ഈ കാളക്കുട്ടിയെ നിങ്ങൾ ഉപമിച്ചത്. അവന് കൊടുക്കേണ്ട ഇബാദത്താണ് ഇതിന് നിങ്ങൾ കൊടുത്തത്. അപ്പോൾ ബാരി ആയ റബ്ബിനെ അവനോട് പടപ്പുകളെ തുല്യപ്പെടുത്തുക എന്നത് എത്ര വലിയ തെറ്റാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതാണ് ഈ 3 പേരുകളുടെ അർത്ഥം. അൽ ഖാലിഖ്, അൽ ബാരി, അൽ മുസവ്വിർ. ഖാലിഖ് എന്ന പദം 2 അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞു. മുസവ്വിർ, അള്ളാഹു രൂപം നൽകുന്നവനാണ്. അള്ളാഹുവാണ് നമ്മെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹു രൂപം നൽകിയതിനോട് സാദൃശ്യപ്പെടുന്ന പ്രവർത്തനം പ്രവർത്തിക്കുക കടുത്ത ഹറാമായി തീർന്നത്. തസ്വീർ, നമ്മൾ രൂപമുണ്ടാക്കുക എന്നത് വലിയ തെറ്റാണ്. ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അശദ്ദന്നാസി അദാബൻ ഇൻദല്ലാഹി യൗമൽ ഖിയാമ അൽ മുസവ്വിറൂൻ. ജനങ്ങളിൽ അള്ളാഹുവിൻ്റെ ഏറ്റവും കടുത്ത ശിക്ഷ നാളെ പരലോകത്ത് ലഭിക്കുക അൽ മുസവ്വിറൂൻ, മുസവ്വിറുകൾക്കാണ്. മുസവ്വിർ എന്ന് പറഞ്ഞാൽ സൂറത്ത് ഉണ്ടാക്കുന്നവൻ, രൂപമുണ്ടാക്കുന്നവൻ. ആ രൂപമുണ്ടാക്കുന്നതിൽ എന്തൊക്കെ ഉൾപ്പെടും? ജീവനുള്ള വസ്തുക്കളുടെ പ്രതിമ ഉണ്ടാക്കുക എന്നത് അതിൽ ഉൾപ്പെടും. പാടില്ലാത്തതാണ്, കടുത്ത തെറ്റാണ്. അതുപോലെ ജീവനുള്ള വസ്തുക്കളുടെ ചിത്രം വരക്കുക, കൈകൊണ്ട് വരക്കുക എന്നത് അതിൽ ഉൾപ്പെടും, തസ്വീറാണ്. എന്നാൽ ക്യാമറകൾ കൊണ്ട്, അതുപോലുള്ള ഉപകരണങ്ങൾ കൊണ്ട് ആളുകളുടെ ഫോട്ടോ എടുക്കുന്നത് അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നത് അതിൽ ഉൾപ്പെടുമോ ഇല്ലേ? അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നിങ്ങൾ പലതവണ ആ വിഷയം കേട്ടതായിരിക്കും എന്നതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ആ തസ്വീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ തസ്വീർ അത് ഉൾപ്പെടുമോ ഇല്ല എന്നതാണ് വിഷയം. നോക്കൂ, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അശദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമ അല്ലദീന യുദാഹൂന ബിഖൽഖില്ലാഹ്. ജനങ്ങളിൽ ഖിയാമത്ത് നാളിൽ ഏറ്റവും കടുത്ത ശിക്ഷയ്ക്ക് വിധേയരാകുന്നവർ അല്ലദീന യുദാഹൂന ബിഖൽഖില്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനോട് അതുപോലെ സാദൃശ്യപ്പെടുത്താൻ ശ്രമിക്കുന്നവനാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലദീന യസ്നഊന ഹാദിഹി സുവർ യുഅദ്ദബൂന യൗമൽ ഖിയാമ. ഈ രൂപങ്ങൾ ഉണ്ടാക്കുന്നവൻ അഥവാ ജീവനുള്ളവയുടെ രൂപം ഉണ്ടാക്കുന്നവൻ അവർ ഖിയാമത്ത് നാളിൽ ശിക്ഷിക്കപ്പെടും. യുഖാലു ലഹും അഹ്യു മാ ഖലഖ്തും, അവരോട് പറയപ്പെടും, നിങ്ങൾ ഈ രൂപം നൽകിയത് അതിന് ജീവൻ കൊടുക്കുക. ജീവൻ കൊടുക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ജീവൻ കൊടുക്കുവോളം അവർക്ക് ശിക്ഷ നൽകപ്പെടുമെന്നാണ് ആ ഹദീസിൻ്റെ അർത്ഥം. ജീവനുള്ളവയുടെ രൂപങ്ങളാണ് അവിടെ ഉദ്ദേശം. മരങ്ങൾ പോലുള്ളവ അതിലുൾപ്പെടുകയില്ല. മറ്റൊരു മരങ്ങൾ പോലെ അല്ലെങ്കിൽ കല്ലുകൾ പോലെ ഉള്ളത് അത് ഉൾപ്പെടുകയില്ല. റൂഹ് ഊതപ്പെട്ട സംഗതികൾ അത് തന്നെ ശിരസ് ഒഴിവാക്കിയാൽ, തല ഒഴിവാക്കിയാൽ അത് രൂപമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അസ്സൂറത്തു അർറഅസ്, സൂറത്ത് എന്നാൽ അത് തലയാണ്. ഫഇദാ ഖുതിഅ അസ്സൂറ ഫഇദാ ഖുതിഅ അർറഅസ് ഫലാ സൂറ, തല ഒഴിവാക്കിയാൽ അത് രൂപമല്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത് അൽ മുസവ്വിർ എന്ന പേര് വിശദീകരിക്കവേ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മുസവ്വിർ എന്ന രൂപം നൽകുന്നവൻ എന്ന അള്ളാഹുവിൻ്റെ പേര് വിശദീകരിക്കവേ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അല്ലാഹു തആല അലം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.